എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നലത്തെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആകാശരചനയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതാണ് ചിപ്പിയെ കാണാനില്ലെന്ന്. അപ്പോൾ രചന പറയുന്നു നമുക്ക് ചിപ്പിയെ തപ്പിപ്പോകാമെന്ന് പറയുന്നു. ആകാശ് പറയുന്നു എന്തായാലും നമ്മൾക്കിപ്പോൾ പോകണ്ട, എൻ്റെ ആൾക്കാരെ ഞാൻ ആക്കിയിട്ടുണ്ട്. തൽക്കാലം ചിപ്പിയെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുവാണെങ്കിൽ ഒളിവിൽ പാർപ്പിക്കുക, എന്നിട്ട് നമുക്ക് അവളെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെ ആകാശ് മേനോൻ പറയുകയാണ്. അപ്പോൾ രചന സമ്മതിക്കുന്നു. പിന്നീട് ഇഷിതയും മഹേഷും മോളെ തപ്പി നടക്കുന്ന രംഗങ്ങളാണ്. അപ്പോഴാണ് ഫ്ലാറ്റിലെ സെക്യൂരിറ്റി പറയുന്നത് മോൾ ഗേറ്റ് കിടന്ന് പുറത്ത് പോയിട്ടില്ല എന്ന്. അങ്ങനെ അവർ തിരിച്ചു വന്ന് ഫ്ലാറ്റിൻ്റെ അവിടേക്ക് നോക്കുകയാണ്. എന്നിട്ടും കാണുന്നില്ല. അപ്പോൾ ഒരു കുട്ടി ഒരു റോസാപ്പൂവിൻ്റെ ഒരു ഇത് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഷിത ചോദിക്കുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുന്നു. ചിപ്പിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ചിപ്പി അതിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഇഷിത നോക്കുമ്പോൾ അതിലൊരു ലെറ്ററാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന അമ്മയും ഡാഡിയും ഒരുമിച്ച് നിന്നാൽ എന്നെ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ഇഷിത പറയുന്ന അമ്മയ്ക്ക് ഡാഡിയോട് ഒരു പിണക്കവും ഇല്ല, ദേഷ്യവും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് മഹേഷിന് അത്ഭുതം തോന്നുന്നു. അപ്പോൾ മഹേഷ് ചോദിക്കുന്നത് ശരിക്കും സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നത് ശരിയാണെന്ന് പറയുന്നു. നമ്മളുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ, അവളാണ് എനിക്കെല്ലാം, അവളുടെ സന്തോഷമാണ് വലുതെന്ന് പറയുന്നു. അവൾക്ക് വേണ്ടി ഞാൻ ഭൂമിയോളം താഴാനും തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കുഞ്ഞിനെ തപ്പി താഴോട്ട്. അപ്പോൾ ഫുള്ള് പടികളിലെല്ലാം പൂക്കൾ വിതറിയിട്ടുണ്ട്. ആ പൂക്കളിലൂടെ ഇവർ നടന്ന് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് വിളിക്കുകയാണ്. അമ്മയ്ക്കും മമ്മിക്കും ഡാഡിക്കും ഒരു പിണക്കവും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ചിപ്പിമോള് ഗാർഡൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവളുടെ തൊടാൻ പോയപ്പോൾ ചിപ്പിമോള് പറയുന്നു എന്നെ തൊടണ്ട, നിങ്ങളിനി പിണങ്ങരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ ചിപ്പി പറഞ്ഞതുപോലെ തന്നെ അവർ പറയും ഞങ്ങളിനി ഒരിക്കലും പിണങ്ങില്ല എന്ന് പറയുന്നു. അപ്പോൾ ചിപ്പി പറയുന്നു അങ്ങനെയാണെങ്കിൽ അമ്മ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരണം എന്ന് പറയുന്നു. അങ്ങനെ വന്നില്ലെങ്കിൽ അമ്മ ഈ കാണിച്ചതൊക്കെ അഭിനയമാണെന്ന് ഞാൻ വിശ്വസിക്കുക. അതുപോലെ ഇനി എന്തെങ്കിലും കാണിച്ചാൽ ഇതല്ല ഇതിലപ്പുറവും ചെയ്യുന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഇഷിതയും മഹേഷും പറയുന്നു ഞങ്ങളിനി ഒരിക്കലും പിണങ്ങില്ല എന്ന്. അങ്ങനെ അവർ വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ആഷു ആണെങ്കിൽ പിന്നെ ചിപ്പീനെ കാണുന്നില്ല അറിഞ്ഞ വിഷമത്തിൽ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയോടും ഇങ്ങോട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഇഷിത കയറി വരുന്നത്. ഇഷിത വന്നപ്പോൾ ചോദിക്കുന്നു ചിപ്പിയെ കണ്ടോ മോളെ എന്ന് ചോദിക്കുന്നു. കണ്ടു എന്ന് പറയുന്നു. അപ്പം അവൾ കാര്യങ്ങളിൽ അവതരിപ്പിക്കുകയാണ്. അവൾക്ക് എന്നോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നുള്ള പറയുന്നു. അപ്പോൾ അച്ഛനും പറയുന്നു അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ചിപ്പി നേരെ ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ മോഹൻലി വലിയ ചോദിക്കുന്നു എവിടെയായിരുന്നു മോളെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഞാനിങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു, അപ്പയും അമ്മയും ഇപ്പോൾ പിണക്കമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം തന്നെ മഞ്ജുമയ്ക്കൊക്കെ മനസ്സിലാവുന്നു. അപ്പോൾ ഇഷിതയും മഹേഷിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചിപ്പിമോള് ആരതിയൊക്കെ പാത്രത്തിൽ താലത്തിൽ പൂക്കളൊക്കെ ഇട്ട് ശരിയാക്കിയായിരുന്നു. അപ്പം നമ്മുടെ പിന്നെ ചിപ്പി മോള് മറ്റേ സ്വപ്നവല്ലി ചോദിക്കുന്നത് ഇത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു അമ്മയെ സ്വീകരിക്കാനാന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത മഹേഷും ചിപ്പിയും എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ ഇത് കണ്ട് മോഹനവല്ലി ആകെ ഇത് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് ആരതി ഒഴിഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് മോഹനവല്ലിയോടും പറയുന്നു ചിപ്പി മോൾ ഇനി ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അമ്മ അവരോട് ഇനി ഒരു പ്രശ്നത്തിനും പോരുത് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ സ്വപ്നവല്ലി അതെല്ലാം സമ്മതിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോട് ജീവിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ മഹേഷും അവളുടെ നെറ്റിയിൽ സിന്ദൂരമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആകാശ് മേനോനും രചനയും കാണിക്കുന്നു. അപ്പോൾ ആകാശ് പറയുന്നു നമുക്ക് അടുത്തൊരു ഇര വന്നിട്ടുണ്ട്, അത് വേറെ ഒരു കൈലാസാണെന്നുള്ള കാര്യം നമുക്കറിയാം. ജോർജിനെയൊക്കെ കാണിക്കുന്നു. കൈലാസിനെ വെച്ച് മഹേഷിനെ അടുത്ത പണി കൊടുക്കാനാണ് അവരുടെ പ്ലാന്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.